സംസ്ഥാനത്തെ 6 മത്സ്യഗ്രാമങ്ങളിൽ കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കാനുള്ള പദ്ധതി നടപ്പാക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന ഇൻ്റഗ്രേറ്റഡ് മോഡേൺ കോസ്റ്റൽ ഫിഷിംഗ് വില്ലേജ് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തലശ്ശേരി കോടിയേരി സ്മാരക നഗരസഭാ ടൗൺ ഹാളിൽ നിർവഹിക്കുകയായിരുന്നു കേന്ദ്ര സഹമന്ത്രി. ISROയുമായി ചേർന്ന് 1,00,000 ബോട്ടുകളിൽ ട്രാൻസ്പോണ്ടറുകൾ ഘടിപ്പിക്കുന്ന പദ്ധതി വ്യാപിപ്പിക്കുമെന്നും കേന്ദ്ര സഹമന്ത്രി അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷിതത്വവും ആശയവിനിമയ സാധ്യതയും കണക്കിലെടുത്താണ് പദ്ധതി നടപ്പാക്കുന്നത്. മത്സ്യത്തൊഴിലാളികൾക്ക് ആധുനിക സംവിധാനത്തോടെ ബോട്ടുകൾ നിർമ്മിച്ചു നൽകുകയും പരിശീലനം സാധ്യമാക്കുകയും ചെയ്യും. 200 നോട്ടിക്കൽ മൈൽ ദൂരവും മത്സ്യത്തൊഴിലാളികൾക്ക് ഉപയോഗപ്പെടുത്താനുള്ള സൗകര്യമൊരുക്കും. മത്സ്യസമ്പത്തിൻ്റെ കാര്യത്തിൽ രാജ്യം 1ാം സ്ഥാനത്തെത്താനാണ് ശ്രമിക്കുന്നത്. ഫിഷറീസ് മേഖലയിൽ സർക്കാർ ഫണ്ട് വിനിയോഗിക്കുന്ന കാര്യത്തിൽ കേരളം മുൻപന്തിയിലാണെന്നും ഹാർബറുകൾ ഭാവിയിൽ കൂടുതൽ ജനസൗഹൃദമാക്കുമെന്നും കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. ഈ ഫിഷറീസ് സെക്ടർ വളരെയധികം സംഭാവന ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് സൺറൈസ് സെക്ടർ എന്നതിന് പേരിട്ടിരിക്കുന്നത്. 2014 ആ പേര് നൽകിക്കൊണ്ട് ഈ വിഭാഗത്തിലേക്ക് ഫണ്ട് കൂടിക്കൂടി വരുന്നു. അപ്പോൾ അത് തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാർ വിനിയോഗിക്കണം. സംസ്ഥാന സർക്കാർ വിനിയോഗിച്ചെങ്കിൽ മാത്രമേ ആ പുരോഗതി ഉണ്ടാവുള്ളൂ. നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫിഷിംഗ് ഹാർബർ ഉള്ളത് കേരളത്തിലാണ്. ഈ മീൻ പിടിക്കാൻ വേണ്ടി കടലിൽ പോയി കഴിഞ്ഞാൽ ഒരു ബന്ധവുമില്ല. ഈ നമ്മുടെ മൊബൈലിൻ്റെ റേഞ്ച് കഴിഞ്ഞാൽ പിന്നെ ബന്ധപ്പെടാൻ സാധിക്കില്ല. അതുകൊണ്ട് ഫിഷറീസ് മിനിസ്ട്രിയും കേന്ദ്രത്തിലെ ISROയുമായിട്ട് നമ്മൾ എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. സാറ്റലൈറ്റിൽ നിന്ന് നമ്മുടെ മീൻപിടുത്തക്കാർക്ക് വിവരങ്ങൾ കിട്ടും. സാറ്റലൈറ്റിൽ നിന്നാണ്. വീട്ടിലിരിക്കുന്നവർക്ക് മെസ്സേജ് അയക്കാം, മലയാളത്തിൽ അയച്ചാൽ മതി, ഇവർക്ക് കിട്ടും. ഏത് കടലിൽ എത്ര ദൂരത്താണെങ്കിലും കിട്ടും. സാറ്റലൈറ്റാണ്. അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങോട്ട് അറിയിക്കാം. ഗുണഭോക്താക്കൾക്കുള്ള ഐസ് ബോക്സ് വിതരണവും ധനസഹായ വിതരണവും അദ്ദേഹം നിർവഹിച്ചു. ചാലിൽ ഗോപാലപേട്ട ഫിഷ് മാർക്കറ്റ് നിർമ്മാണോദ്ഘാടനം മത്സ്യബന്ധനം, സാംസ്കാരികം, യുവജനകാര്യ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഓൺലൈനായി നിർവഹിച്ചു. മത്സ്യബന്ധന മേഖലയിലെ ജനങ്ങളുടെ സമഗ്ര വികസനമാണ് പുതിയ പദ്ധതികൾ കൊണ്ട് സാധ്യമാകുന്നതെന്നും പദ്ധതികളുടെ നിർവഹണ പ്രവർത്തികൾ വേഗത്തിലാക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ അധ്യക്ഷനായിരുന്നു. NFDP രജിസ്ട്രേഷൻ ക്യാമ്പ് ഉദ്ഘാടനം തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ ജമുന റാണി നിർവഹിച്ചു. ഫിഷറീസ് ഡയറക്ടർ സഫ്ന നസറുദ്ദീൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. മത്സ്യമേഖലയെ ശക്തിപ്പെടുത്തുന്നതിനെ പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പങ്കാളിത്തത്തോടെ 2020-21 സാമ്പത്തിക വർഷം മുതൽ വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട്. തീരദേശ മത്സ്യഗ്രാമങ്ങളുടെ സാമൂഹികവും സാമ്പത്തികവുമായ സമഗ്ര പുരോഗതിയാണ് പദ്ധതിയുടെ ലക്ഷ്യം. രാജ്യത്തെ 3477 മത്സ്യഗ്രാമങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 100 മത്സ്യഗ്രാമങ്ങളെയാണ് ആദ്യഘട്ടത്തിൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കണ്ണൂർ ജില്ലയിലെ ചാലിൽ ഗോപാലപേട്ട മത്സ്യഗ്രാമത്തിന് പുറമെ ആലപ്പുഴ ആറാട്ടുപുഴ മത്സ്യഗ്രാമം, എറണാകുളത്തെ ചെല്ലാനം, നായരമ്പലം മത്സ്യഗ്രാമങ്ങൾ, തൃശ്ശൂർ ജില്ലയിലെ എടക്കഴിയൂർ മത്സ്യഗ്രാമം, മലപ്പുറത്തെ പൊന്നാനി, താനൂർ മത്സ്യഗ്രാമങ്ങൾ, കോഴിക്കോട് ചാലിയം മത്സ്യഗ്രാമം, കാസർഗോഡ് ഷിറിയ മത്സ്യഗ്രാമം എന്നീ തീരദേശ മത്സ്യഗ്രാമങ്ങളിലാണ് നിലവിൽ പദ്ധതിക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.